guys, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു ഗെയിമിന്റെ വീഡിയോയിലേക്കാണ്. ഈ ഗെയിമിന്റെ പേരാണ് റോക്കറ്റ് ലീഗ് സൈഡ് സ്വൈപ്പ്. അപ്പോൾ ഈ ഗെയിം പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഫുട്ബോളിന്റെ ഗെയിമാണ്. പക്ഷെ നമ്മൾ സാധാ ഫുട്ബോളുകളൊക്കെ ഇതാണ് കാർ വെച്ച് കളിക്കുന്ന ഫുട്ബോൾ. ഇതൊരു അടിപൊളി ഗെയിമാണ് ഗൈസ്. നമുക്കിപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസ് ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഗൈസ് നമുക്ക് ട്യൂട്ടോറിയൽ കിട്ടുന്ന കാർ. നമ്മൾ ഈ കാർ വെച്ച് ഫസ്റ്റ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. പക്ഷെ നമുക്കിത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ തല കുത്തിയൊക്കെ മറിഞ്ഞ് ചാടിയൊക്കെ മറിഞ്ഞൊക്കെ പോകാൻ പറ്റും ഗൈസ്. നമുക്ക് ഈ പിങ്ക് കളറിൽ പോയിന്റ് എടുക്കുന്നതാണ് ഗൈസ് ഫസ്റ്റ് ടാസ്ക്. നമുക്ക് ഈ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഗെയിം നമുക്ക് 2v2, 1v1, 3v3 ഒക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ബൂസ്റ്റാണ് ഗൈസ്. ഈ സൈഡിലായിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് പെട്ടെന്ന് പോകാൻ പറ്റും ഗൈസ്. പെട്ടെന്ന് പോയി കളക്ട് ചെയ്യാൻ പറ്റും. ഗൈസ് ചാടിയൊക്കെ നമുക്ക് മറിയാൻ പറ്റും. നമ്മളിങ്ങനെ താഴെ എത്തുമ്പോൾ ഇത് തന്നെ റൊട്ടേറ്റായി തിരിച്ചു വരും. കണ്ടോ, നമുക്ക് മോളിൽ പോവാം. നമുക്ക് എത്ര സ്പീഡ് എടുക്കും നമുക്ക് അത്രയും മോളിൽ പോവാം. ഇങ്ങനെയാണ് ഗൈസ് പോണത്. നമ്മളങ്ങനെ ബൂസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഏരിയൽസ് എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് കാർ നമുക്ക് ഫ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റും ഗൈസ്. ഇങ്ങനെ നമുക്ക് ജോയ്സ്റ്റിക്ക് വെച്ച് മുകളിലോട്ടാക്കി നമുക്ക് ബൂസ്റ്റ് വെച്ച് കാർ നമുക്ക് ഫ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്കിതിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടി വന്ന് പോയി നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു അടിപൊളി സംഭവമാണ് നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ. ഇതൊരു പ്രത്യേകിച്ച് ഗെയിമാണ്. ഇത് വേൾഡ് വൈഡ് ആയിട്ട് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ഗെയിമാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു അടിപൊളി ഗെയിമാണ്. ഇത് നമ്മളിപ്പോൾ കളിക്കുന്നത് നമുക്ക് ഓരോ കോർട്ട് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മാച്ചൊക്കെ കളിക്കുമ്പോൾ നമ്മൾ വേറെ കാറുമായിട്ടൊക്കെ കളിക്കാം. ഇത് എപ്പിക് ഗെയിംസ് എന്ന് പറഞ്ഞ ഗെയിമാണ് ഗൈസ് ഈ ഗെയിം റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ പ്ലേ ഓഫ്ലൈനാണ് കുറച്ച് കളിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ അടുത്തൊരു വീഡിയോയിൽ നമ്മളിതിനെ എപ്പിക് ഗെയിംസിൽ ലോഗിൻ ചെയ്ത് കളിക്കുന്നതായിട്ട് വരും. അടുത്തത് നമ്മൾ ഡബിൾ ജമ്പ് ചെയ്യണം, ഡോജ് ചെയ്യണം. ഡബിൾ ജമ്പ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ജോയ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളല്ലാതെ ഡബിൾ ജമ്പ് ചെയ്യണമെന്നാണ് പറയണത്. നമുക്കിപ്പോൾ ജോയ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാതെ ഡബിൾ ജമ്പ് ചെയ്ത് നോക്കാം. ഗൈസ് ഗുഡ് ജോബ്. പക്ഷെ അടുത്താണ് ഡോജിങ്. ഡബിൾ ജമ്പ് ചെയ്യണം. നമ്മൾ ജോയ്സ്റ്റിക്ക് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ജമ്പ് ചെയ്യണമെന്നാണ് ഇത് പറയണത്. ഗൈസ് അപ്പോൾ ഈ എപ്പിക് ഗെയിംസിലെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പേരോട് കളിക്കാൻ പറ്റും. കുറേ ഗെയിമേഴ്സൊക്കെ അതിൽ കാണും. നമ്മളിങ്ങനെ ഡോജ് ചെയ്യണം ഗൈസ്. നമ്മൾ ഡോജ് ചെയ്ത് ഇരിക്കുകയാണ്. ഇതിൽ കളിക്കുന്ന ഹോം ടീമും അവേ ടീമുമാണ് ഗൈസ് കളിക്കണേ. നമ്മളങ്ങനെ ഫ്രീ പ്ലേയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫ്രീ പ്ലേ നമുക്കിത് ഇതാണ് ഗൈസ് നമ്മൾ കളിക്കുന്ന ബോൾ. ഈ ഗോൾ പോസ്റ്റ് സ്കോർ ചെയ്യണം. അതാണ് നമ്മൾ ഫ്രീ പ്ലേയിൽ ചെയ്യേണ്ടത്. ഈ കാറിനേക്കാളും വലിയ ബോളായതും പിന്നെ സോഫ്റ്റ് ആയതും നമുക്ക് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എൻ്റെ പോസ്റ്റാണ്. ഇങ്ങനെ കൺട്രോൾ ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് കയറ്റാൻ പറ്റും. സൈഡിൽ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട്. ആ കമൻറ്റ് ബോക്സിലാണെന്നോ നമുക്ക് കമൻ്റ് ഒക്കെ ഇടേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കമൻറ്റ്സ് അതിലിടാൻ പറ്റും. ഇത് ഗോളാക്കണം. ഇത് നമ്മളങ്ങനെ ഗോൾ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫ്രീ പ്ലേ നമ്മൾ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാണ് ഗൈസ് നമ്മുടെ കാറ് നമ്മൾ മെയിൻ മെനുവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഫുൾ ടൈപ്പിൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിരിക്കുകയാണ്. നമുക്കിതിൽ ഗ്യാരേജൊക്കെ ചെല്ലണമെങ്കിൽ നമുക്കത് ലോഗിൻ ചെയ്യണം. അതിൽ നമുക്കിതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റും, പ്രൊഫഷണലൊക്കെ ആവാൻ പറ്റും ഗൈസ്. അതിന് നമ്മൾ ലോഗിൻ വിത്ത് എപ്പിക് ഗെയിംസ് ചെയ്യണം. നമ്മളിപ്പോൾ പ്ലേ ഓഫ്ലൈൻ ജസ്റ്റ് ഒന്ന് ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്കാനാണ് നമ്മളിത് എടുത്തത്. നമുക്കപ്പോൾ ഇതിൽ ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഗൈസ്. ട്രെയിനിങ്ങിൽ ഫ്രീ പ്ലേ എക്സിബിഷൻ ട്യൂട്ടോറിയൽ ഉണ്ട്. അതിൽ നമുക്ക് എക്സിബിഷൻ കളിച്ചാൽ ഇത് ചെയ്യേണ്ടത്. ഫ്രീ പ്ലേ എന്ന് വെച്ചാൽ ഉള്ളത് ഇത്രയാണ്. നമുക്ക് എക്സിബിഷൻ ഷോർട്സ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ട്രാക്കാണ് ഗൈസ് ഉള്ളത്. അത് ഇങ്ങനത്തെ ട്രാക്കാണ് പുറകിൽ കാണുന്ന പോലെ. അതിൽ നമുക്ക് 2v2 ആണ് ഗൈസ് നമ്മൾ ആദ്യം കളിക്കാൻ വേണ്ടത്. എൻ്റെ കൂടെ ഉള്ള വൈപ്പറാണ് ഗൈസ്. ഞാൻ ഇതിൽ പേരൊന്നും ഇട്ടിട്ടില്ല.
ഞാനും വൈപ്പർ എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഗൈസ് ടീം. നമ്മളതിൽ ആ ഗോൾ പോസ്റ്റിൽ അവിടെ സ്കോർ ചെയ്യണം. അതാണ് ഗൈസ് ഈ ഗെയിമിലുള്ളത്. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര അസിസ്റ്റ് ചെയ്തു, എത്ര സേവ് ചെയ്തു, എത്ര ഗോൾ അടിച്ചു, എത്ര ഷോട്ട് അടിച്ചു, ഇതെല്ലാം ഇതിൽ കൗണ്ട് ചെയ്യും. അതിനോടൊപ്പം നമുക്ക് അത്ര പോയിന്റ്സും കിട്ടും ഗൈസ്. ഒരാൾ ഇൻ പൊസിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജയിച്ചോളം ചെയ്യാം. നമ്മൾക്ക് ഇതിൽ അടിപൊളിയായിട്ട് ഗോൾ അടിക്കണം ഗൈസ്. എന്നാൽ മാത്രമേ നമുക്ക് പോയിന്റ്സ് കുറേ കിട്ടത്തുള്ളൂ. നമ്മളിതിൽ അടിപൊളിയാകത്തുള്ളൂ. വൈപ്പർ നല്ലൊരു കളിക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈപ്പർ ചുമ്മാ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1 മിനിറ്റ് ടൈമും കൂടാണ് ഇതുള്ളത്. നമുക്ക് ഫുള്ള് ആയിട്ട് നമുക്ക് 2 മിനിറ്റാണുള്ളത്. ഗൈസ് ഒരു ഷോട്ട് ഗൈസ്, അത് ലോങ് ഗോൾ ആയിരിക്കണം ഗൈസ്. ഞാനൊരു ഗോൾ അടിച്ചു ഗൈസ്. നമ്മൾ ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അവിടെ ഗർവിൻ എന്ന് പറയുന്നത് സോറിയൊക്കെ പറയണുണ്ട്. സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ജയിക്കാളോ ജയിക്കും അല്ലേ. ഗൈസ് നമ്മൾ ഫ്ലിപ്പൊക്കെ ചെയ്തു പോയി ഗൈസ്. വൈപ്പർ നമുക്ക് അടിച്ചു വന്നു, പക്ഷെ നമുക്ക് ഗോളാകാൻ പറ്റില്ല. തേർട്ടി സെക്കൻഡ്സും കൂടെ ബാക്കിയുള്ളൂ ഗൈസ്. നമുക്ക് അതിനുള്ളിൽ ഗോൾ അടിക്കണം. ഇത് സേവ് ചെയ്തു ഗൈസ്. നമ്മളങ്ങനെ സേവ് ചെയ്തത്. നമ്മൾ കാണുന്ന പോലെ ഇത് അത്ര എളുപ്പമൊന്നുമല്ല കളിക്കാൻ. ഇത് ഭയങ്കര കൺട്രോൾ ഉണ്ടെങ്കിലേ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. വൈപ്പർ അത് ഡിഫൻസ് ചെയ്ത് നമ്മുടെ കൂടെ ഉള്ള പ്ലെയർ തന്നെ നമ്മൾ ഗോൾ അടിക്കാൻ നോക്കുന്നു. എന്തൊരിത് ഗൈസ്. നമ്മൾ തന്നെയാണ് ഗൈസ് വിജയിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഗോളോടുകൂടി നമ്മൾ ഹോം ടീം വിജയിച്ചിരിക്കുകയാണ്. ഞാനാണ് ഗൈസ് MVP ആയിരിക്കുന്നത്. ഗോളൊന്ന്, ഷോട്ടൊന്ന്, അസിസ്റ്റ്, സേവ് ഒന്ന്. മാച്ച് സമ്മറിയാണ് ഗൈസ്. അടുത്ത് നമുക്ക് ഇത് ഇത്രയാണുള്ള ടോട്ടൽ സ്കോർ 194 ടോട്ടൽ സ്കോർ വന്നിരിക്കുന്നത്. ഷോർട്ട് സ്ട്രൈക്കാണ് റേന. നമുക്കിത് മാറ്റാൻ പറ്റും. പിന്നെ 1v1 3v3 അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ ഷോർട്ട് സ്ട്രൈക്ക് മാറ്റിയിട്ട് SC ഫീൽഡ് ഉണ്ട്, ഡങ്ക് ഹൗസ് ഉണ്ട്. ആ ഡങ്ക് ഹൗസ് ബാസ്കറ്റ് ബോൾ ആണ് ഗൈസ്. നമുക്ക് ഈ ഡങ്ക് ഹൗസ് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. പിന്നെ ഡങ്ക് ഹൗസിലുള്ള ഇതിലുള്ള ബോളെന്ന് പറയുന്നത് ഭയങ്കര ബൗൺസിങ് ആയിരിക്കും. നമ്മൾ മാവറിക് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കൂടെയാണ് കളിക്കാൻ പോണത്. പക്ഷെ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നമ്മുടെ കാറിൻ്റെ കളർ മാറി. നമ്മളപ്പോൾ ഇപ്പോൾ കളിക്കുന്നത് അവേ ടീമായിട്ടാണ്. ഹോം ടീമാണെങ്കിൽ നമുക്ക് ബ്ലൂ കളർ, അവേ ടീമാണെങ്കിൽ നമുക്ക് യെല്ലോ കളറും കിട്ടും. പക്ഷെ മാവർക്ക് ആദ്യമേ ഗോൾസ് നമ്മളത് താങ്ക്സ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ കളി ജയിക്കണം ഗൈസ്. മാവറിക്സ് ആണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നതെങ്കിലും ജയിക്കണം നമ്മളായിരിക്കും. നമ്മളങ്ങനെ ബോൾ ഡ്രിബിൾ ചെയ്തുകൊണ്ട് പോയിരുന്നു. ബാസ്കറ്റ് ബോൾ ഡ്രിബിൾ ചെയ്യുന്നതിന് ഷോട്ട് ഗൈസ്. മോളി തട്ടി തിരിച്ചു വരുന്ന ഷോട്ട് അടിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ. ഞാൻ ഈ കമൻ്റ് ഒന്നും ഇടത്തില്ല ഗൈസ്. പക്ഷെ ഇത് ഗോളാവുമോ? ഗൈസ് ഈ ബോളിൻ്റെ കളർ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും ഗൈസ്. ബോൾ ഇപ്പോൾ അവേ ടീമിന്, നമ്മൾ അവേ ടീമാണ്, നമ്മൾ അവേ ടീമിൻ്റെ അവിടെ വന്നപ്പോൾ അത് യെല്ലോ കളറാണ്. ഇതിന് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ അത് മാറും ഗൈസ്. ജസ്റ്റ് ആയിട്ടാണ് ഗൈസ് പോയിരിക്കുന്നു ഗൈസ്. അത് ഗോളായില്ല ഗൈസ്. കണ്ട, അതിപ്പോൾ ബ്ലൂ ആയി. നമുക്ക് ഷോട്ട് ഗൈസ്. നമ്മളങ്ങനെ ഗോൾ അടിച്ചിരിക്കുകയാണ്, ലോങ് ഗോൾ. നമ്മുടെ അടിപൊളി ഷോട്ടുമായിട്ട് അതിൻ്റെ അവൻ താങ്ക്സും ഗോട്ടൊക്കെ പറയാണ്. കണ്ട ഗൈസ്, നടുക്ക് വരുമ്പോൾ കളഞ്ഞ വെള്ളയാവും. പൊങ്ങിയത് ഏത് സൈഡിലോട്ടാണ് വീഴുന്നത് അങ്ങോട്ടാണ് ഗൈസ്. നമ്മളങ്ങനെ രണ്ടാമത്തെ ഗോളും നമ്മൾ ലോങ് ഗോൾ അടിച്ചിരിക്കാണ്ട് അവൻ തന്നെ ഗോട്ടിട്ട് പറയുകയാണ്. അവൻ പൊട്ടാൻ ഗൈസ്. ഇനി 50 സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് ഇനിയും ഗോൾ അടിക്കാൻ പറ്റണം. നമ്മളിതിൽ പ്രോ ആയിരിക്കുക.
പുറമാവുക എന്നാണ് ഗൈസ് നമ്മുടെ ലക്ഷ്യം. ഇതൊരു വേറെ ടൈപ്പ് ഗെയിം ആയതുകൊണ്ട് ഇത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഗെയിമാണ് ഗൈസ്. ഇപ്പോൾ ഗോൾ കയറിയാണ് ഗൈസ്. ഞാൻ തന്നെ അവർക്ക് സെൽഫ് ഗോൾ അടിച്ചു കൊടുത്തേനെ. ഇനി 23 സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ. 19 മാവറിക്ക് ഭയങ്കര സീന് കളി കളിച്ച് നോക്കുകയാണ്. പക്ഷെ മാവറിക്കിനൊന്നും പറ്റുന്നില്ല. മാവറിക്ക് ഗോൾ അടിച്ച് എനിക്ക് തന്നിരിക്കുന്നു. ഞാനാണ് ഗൈസ് ഗോൾ അടിച്ചത്. പക്ഷെ ഹാട്രിക്ക് ഗൈസ്. നമ്മളതിനെ ഹാട്രിക്ക് അടിച്ച് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ചിൽ മൂഡായിരിക്കുകയാണ് ഗൈസ്. മാവറിക്ക് ഭയങ്കര കലിപ്പിലാണെന്നാണ് തോന്നുന്നത്. മാവറിക്ക് വേണ്ടി മാവറിക്ക് കലിപ്പിൽ തന്നെയാണ്. മാവറിക്ക് കലിപ്പിൽ വന്നിട്ട് നല്ല ഗോൾ അടിച്ചിരിക്കുകയാണ്. 2, 3, 4 സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ നമ്മൾ പിടിച്ച് നിൽക്കണം. അവൻ ഗോൾ അടിക്കാൻ നോക്കിയാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഗോൾ അടിച്ചു ഗൈസ്. പിന്നെ നമ്മൾ ലോങ് ഗോൾ അടിച്ചിരിക്കുകയാണ്. നമ്മൾ ചാടിയൊരു ഗോൾ. ഇനി 1 സെക്കൻഡും കൂടെ ഉള്ളു ഗൈസ്. കഴിഞ്ഞു ഗൈസ്. മറ്റേ എനിക്ക് മനസ്സിലായി ഗൈസ്. ഇത് തറയിൽ ഈ ബോൾ കഴിഞ്ഞിട്ട് വീണാലേ പോകത്തുള്ളൂ. നമ്മൾ ഡാൻസ് കളിക്കുകയാണ് ഗൈസ്. അവേ ടീമാണ് ഗൈസ് ഇത്തവണത്തെ വിന്നർ. നമ്മൾ 4 ഗോൾ അടിച്ച് 1 ഷോട്ട്. നമ്മൾ അസിസ്റ്റൊന്നും ചെയ്തിട്ടില്ല. അത് നമുക്ക് 2v2 പറ്റുള്ളൂ. സേവ് ഒക്കെ ചെയ്യണം ഗൈസ്. എന്നുവെച്ചാൽ അകത്തൊരു ബോളൊക്കെ അടിച്ച് കളയാം ഗൈസ്. നമുക്കിതിൻ്റെ കാർ സൈസ് നോർമലാണ് ഇപ്പോൾ കിടക്കണേ. നമുക്കിത് ബിഗ് ആക്കി ഒന്ന് കളിച്ചു നോക്കാം. ബിഗ് ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ബോൾ സൈസ് നോർമലാണ് എടുക്കണം. മാക്സ് ബൂസ്റ്റ് 100. നമുക്ക് ഡിഫോൾട്ട് ഹീറ്റ് സീക്കർ മോഡൊക്കെ വെച്ച് കളിക്കാവുന്നതാണ് ഗൈസ്. പിന്നെ നമുക്ക് ഡങ്ക് ഹൗസ് മാറ്റിയിട്ട് നമുക്ക് റാലി കോർട്ട് വെച്ച് നോക്കാം ഗൈസ്. അതൊരു വോളിബോൾ ടൈപ്പ് ഒരു സ്ഥലമാണ് ഗൈസ് ഈ റാലി കോർട്ട്. അപ്പം നമുക്ക് അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ 2v2 ആണ് ഗൈസ് കളിക്കാൻ പോണത്. 2v2. നമ്മുടെ ടീം മെമ്പർ ചിപ്പറാണ്. അപ്പുറത്ത് ഹീറ്ററും സ്ലൈഡറും. ഇതൊക്കെ ഒരേ ടൈപ്പ് പേരുകളാണ് ഗൈസ് എല്ലാം. നമ്മളങ്ങനെ ചാടിയിരിക്കണം. വോളിബോളാണ് ഗൈസ്. നമുക്ക് ആദ്യമേ ഗോൾ അടിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവരടിച്ചു. ഡിഫൻസ് ചെയ്യാൻ ആരുമില്ല. തുടങ്ങിയപ്പോഴേ അവർ ഗോൾ അടിച്ചിരിക്കുകയാണ്. ചിപ്പറിനോട് സോറി പറയണം. ചിപ്പറിന്റെ ദേഷ്യം വന്ന ഗൈസ്. ഇൻ പൊസിഷൻ എന്നൊക്കെ പറയണം. പക്ഷെ ഞാനൊരു ഗോൾ ഷോട്ടിൽ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് റിവഞ്ച് ടൈം. ചിപ്പർ എന്താ ഉപ്സ് എന്ന് പറയണേ. ചിപ്പറിന് മാത്രമേ ഗോൾ അടിക്കാവൂ. നമ്മളതിനെ കന്നിരിക്കുകയാണ്. ചിപ്പർ ഇവിടെ കാണാനില്ല. ചിപ്പർ ഇത് ഡിഫൻസ് ചെയ്യണം. അടുത്തെത്തിയതാണ് പക്ഷെ പോയി. കുഴപ്പമില്ല ഗൈസ്. നമ്മൾ ഇനി പിടിക്കും. നമുക്കിപ്പോൾ അവർക്ക് 2 ഗൈസ്. നമുക്ക് അടിക്കണം. ഗോൾ ഗൈസ്. ചിപ്പർ അടിക്കാൻ നോക്കി. പക്ഷെ ഞാൻ ചിപ്പറിനെ എടുത്ത് അടിച്ചു. നമുക്ക് പ്രോ ആയിരിക്കുകയാണ് ഗൈസ്. നമ്മളൊക്കെ എന്ത് ഇപ്പൊ സൈഡിൽ കൊണ്ടിരുന്നെങ്കിൽ ഗോളായിരുന്നേനെ. ചിപ്പർ എന്നോട് തന്നെ മത്സരിക്കണ ഗൈസ്. നമ്മൾ ഹാട്രിക് അടിച്ച് ഗോളാക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പിന്നെയും നമ്മളുടെ ഡാൻസ് കളിച്ചിരിക്കുന്നു. നമുക്ക് ഇനി കളിക്കാം ഗൈസ്. ചിപ്പർ ഇത് ഡിഫൻസ് ചെയ്യാൻ. ഗൈസ് അവർക്ക് 3 നമുക്ക് 3 ആയിരിക്കുകയാണ്. നമുക്ക് 2 പേർക്ക് 3 ആയിട്ട് ഒരു കളി നടക്കുകയാണ് ഗൈസ് ഇവിടെ. നമ്മൾ ചാടി വന്നൊരു അടി അടിച്ചിരിക്കുകയാണ് ഗൈസ്. ചിപ്പർ എന്താണ് ഗൈസ് ചെയ്യണത്? നമുക്കത് ഗോളാവാനുള്ളത് ചിപ്പർ തട്ടിക്കളഞ്ഞിരിക്കണം. ചിപ്പർ നമ്മളെ ചതിക്കുകയാണ്. സോറി പറയണം എന്നിട്ട്. പക്ഷെ അസിസ്റ്റ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ. പക്ഷെ കുഴപ്പമില്ല. ചിപ്പർ ഗോൾ അടിച്ചെന്നാൽ നമ്മൾ ടീം മെമ്പറാണ്. 4-3 സ്കോർ. 56 സെക്കൻഡും കൂടെ ഉണ്ട്. നമ്മളെ ചാടി വന്നൊരു ഷോട്ട്. ഇറ്റ്സ് എ ഗോൾ. പിന്നെ അസിസ്റ്റ് അടിക്കണം. നമ്മളെ ഗോളൊക്കെ സ്റ്റോൾ ചെയ്തുകൊണ്ട് പോവാണ്. ചിപ്പർ മഹാപെശകാണ്. നമ്മളങ്ങനെ ചിപ്പർ അവർക്ക് വേണ്ടി അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ചിപ്പർ തന്നെ ഡിഫൻസ് ചെയ്തു. ചിപ്പർ തന്നെ ഗോളും കൊടുത്തു.
ഇപ്പം 4-5 ഗൈസ്. നമുക്ക് എന്തായാലും കുറച്ചും കൂടെ ഗോൾ അടിച്ചാലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഷോട്ട് ഗൈസ്. ഇത് ഞാൻ ചിപ്പറിനെ തരത്തില്ല. ചിപ്പർ എത്ര പറഞ്ഞാലും ഞാൻ തരത്തില്ല. നമ്മളൊരു ഗോളായിരിക്കണം ഗൈസ്. നമ്മുടെ ഒരു ഗോള് നമ്മൾ ചുമ്മാ നിന്നോടുത്താൽ ഗൈസ് അത് അങ്ങ് ഗോളായിക്കോളും. 30 സെക്കൻഡ്സും കൂടെ ബാക്കിയുള്ള ഗൈസ്. നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് ഒരു ഗോളും കൂടെ അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കണം ഗൈസ്. അത് ഗോളല്ല, നമ്മൾ ഡിഫൻസ് ചെയ്യണം. കുഴപ്പമില്ല ഗൈസ്. 5-6 ഇപ്പോഴത്തെ സ്കോറ്. നമ്മളാണ് ലീഡിൽ. നമുക്ക് 23 സെക്കൻഡും കൂടെ പിടിച്ചിരിക്കണം. ചിപ്പർ ഭയങ്കര ചതിയനാണ്. ചിപ്പറാണെങ്കിൽ അടിക്കാൻ പോയപ്പോൾ ഗോള് കയറാൻ പോയപ്പോഴത്തേക്കും വന്നെടുത്തു. പക്ഷെ ഇത് നമ്മൾ ഗോളാക്കണം. നമ്മൾ ഗോളാക്കിയിരിക്കും. നമ്മളോടാണോ കളി? ഗോൾ ഗൈസ്. നമ്മൾ 100% 100 പോയിന്റോടുകൂടി നമ്മൾ ഗോളാക്കിയിരിക്കുകയാണ് ഗൈസ്. രണ്ട് സെക്കൻഡ് 1 സെക്കൻഡ് പക്ഷെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിരുന്നു ഗൈസ്. അവർക്ക് ഗോളായി ഗൈസ്. ചിപ്പർ അവസാനം വെച്ചാൽ അവർക്ക് ഗോൾ കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അവരെ കളി തീർന്നിരിക്കുകയാണ്. നമ്മൾ ഹോം ടീമാണ് ഗൈസിലെ വിന്നർ. ഞാനാണ് ഗൈസിലെ MVP. ഡാൻസ് കളിയാണ്. ചിപ്പർ മിണ്ടാതിരിക്കുകയാണ്. ചിപ്പറിന് ചതിച്ചിട്ടൊന്നും നടന്നില്ല. 5 ഗോൾ 1 ഷോട്ട് 2 അസിസ്റ്റ് 0 സേവ്. 648 ഗൈസ് നമ്മുടെ ടോട്ടൽ സ്കോർ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 194 തോന്നുന്നു. നമുക്ക് അടുത്ത പുതിയ ഒരെണ്ണം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. എക്സ്കാലിബർ. ഇതൊരു മാസ സ്ഥലമാണ് ഗൈസ്. ഇവിടെ എന്താ പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. 1v1 മാച്ചാണ് ഗൈസ്. നമ്മൾ ബീസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുടെയാണ് കളിക്കുന്നത്. ബീസ്റ്റിൻ്റെ കൂടെ നമുക്കിത് ജയിക്കണം ഗൈസ്. ബീസ്റ്റ് തുടങ്ങിയപ്പോഴേ ഗൈസ് ഷോട്ടൊക്കെ അടിക്കാൻ തുടങ്ങി. ബീസ്റ്റിൻ്റെ കൂടെ ഭയങ്കര വലിയ കളിയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ബീസ്റ്റ് ആദ്യമേ ഒരു ഗോൾ അടിച്ചു. കഴിഞ്ഞു ഗൈസ്. ബീസ്റ്റ് ആദ്യമേ ഒരു ഗോൾ അടിച്ചു. എന്ത് ചെയ്യാനാണ്? എന്നിട്ട് അവൻ നമ്മളോട് താങ്ക്സും പറയും. നമ്മളവന് ഒരു ഷോട്ട്. നമ്മളാണ് ഗൈസ് പക്ഷേ ഗോൾ പോസ്റ്റിനകത്തോട് പോയത്. നമുക്ക് ഇനിയും ഗോൾ അടിക്കണം ഗൈസ്. നമ്മുടെ ബൂസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് തീരും ഗൈസ്. നമ്മുടെ സ്പീഡിൽ പോയാലേ ഗൈസ് കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. നമുക്ക് ബീസ്റ്റിന് ഒരു ഗോളും കൂടെ എനിക്ക് സമ്മതിക്കരുത് ഗൈസ്. നമ്മൾ ബീസ്റ്റിന് തന്നെ ഇട്ട് കൊടുക്കുകയാണ് തോന്നുന്നു. നമ്മൾ പവർ ഷോട്ട് തീപ്പൊരി അടിച്ച് കളിക്കുകയാണ് ഗൈസ്. അത് ഗോളാക്കണം. ഇത് ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പൊ കൊണ്ടേനെ നമുക്ക് ഇതിപ്പോ ഗോളാക്കാൻ പറ്റിയേനെ. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗോളാക്കണം ഗൈസ്. ഈ ബീസ്റ്റിൻ്റെ കളി ഒരു എന്താ പറയുക, ഒരു അടിപൊളി കളിയാണ് ഗൈസ്. നമുക്കിത് സേവ് ചെയ്യണം. ഗൈസ് നമുക്ക് ബീസ്റ്റിൻ്റെ അടിയൊക്കെ സേവ് ചെയ്ത് നമുക്ക് ഗോളാക്കണം ഗൈസ്. നമ്മളാണ് ഗൈസ് ഗോൾ പോസ്റ്റിനകത്ത് പോയത്. ഗൈസ് സ്ക്രാച്ചൊക്കെ ഇതിലുണ്ട്. ക്രാഷൊക്കെ ആവുന്നുണ്ട്. നമ്മളപ്പം ഒരു അടിപൊളി കളിയാണ് ഗൈസ്. ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 22 സെക്കൻഡ് കൂടെ ഉള്ളൂ ഇത് തീരാൻ. പക്ഷേ ബീസ്റ്റിനെയൊക്കെ നമ്മൾ അടിച്ചു തെറിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. 8 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഗോൾ അടിച്ചില്ലെങ്കിൽ തോറ്റു പോകും ഗൈസ്. എൻ്റെ പോസ്റ്റിലല്ല അടിക്കേണ്ടത്. 1 സെക്കൻഡ് ഗൈസ് തീർന്നു. ഇത് നമ്മൾ ഗോളാക്കണം. തറയിൽ വീഴുന്നുമ്പേ അടിച്ചു ഗൈസ്. നമ്മൾ തന്നെ ഡിഫൻസ് ചെയ്തു ഗൈസ്. അതാണ് കളി ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മളടിച്ച് നമ്മൾ തന്നെ ഡിഫൻസ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഹോം ടീം വിന്നർ. ബീസ്റ്റ് വിന്നർ ആയിരിക്കണം. പക്ഷേ ഒരു കളിയിൽ നമ്മൾ തോറ്റുള്ളൂ ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. നമ്മളൊരു ഗോളും അടിച്ചിട്ടില്ല. ഒരു ഷോട്ടോ ഒരു അസിസ്റ്റ് നോ സേവ്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ കിടക്കാച്ച ഗെയിം വീഡിയോസ് ഇനിയും വരാം. അതുവരെ ബൈ.